ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി, പ്രത്യേകിച്ച് ഗൃഹനാഥ വീട്ടമ്മ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്നം ബ്രഹ്മേതി വിജാനാത്. അന്നം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ഉറപ്പ്. എന്തുകൊണ്ടാണ് അതെടുത്ത് പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, അമ്മയിൽ നിന്നാണ് ഒരു കുഞ്ഞ് അവൻ്റെ സംസ്കാരം രൂപീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഗർഭാവസ്ഥ തുടങ്ങി ഈ കുഞ്ഞിൻ്റെ സംസ്കാര രൂപീകരണത്തിൽ അമ്മയുടെ സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് കൃത്യമായ ഒരു അവബോധം അന്നത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് ഉണ്ടാകണം. ബ്രഹ്മം എന്നുള്ളത് ഈശ്വരൻ തന്നെയാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. അപ്പോൾ ഇവിടെ ബ്രഹ്മം തന്നെയാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും എല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആ ഈശ്വര സ്മരണയോടുകൂടി കഴിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ ഒരു അറിവ് നമുക്ക് വരുമ്പോഴോ തീർച്ചയായിട്ടും അതൊരിക്കലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ കൊച്ചുനാളിൽ തുടങ്ങി കുഞ്ഞുങ്ങളെ ഇത് നമ്മളുടെ അന്നം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്, അതുകൊണ്ട് അതിനെ ബഹുമാനിച്ചും ആദരിച്ചും വേണം നമ്മളതിനെ എടുക്കുവാനും കഴിക്കുവാനും. ആ ഒരു സംസ്കാരം ഓരോ അമ്മമാരും കൃത്യമായിട്ട് തൻ്റെ സന്തതിയിലേക്ക് പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. പലപ്പോഴും അത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എത്രയോ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നുണ്ട്. അതേ സമയത്ത് എത്രയോ പേർക്ക് ഭക്ഷണം ലഭിക്കാതെ പട്ടിണി പാവങ്ങളായിട്ട് കിടപ്പുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കർമ്മ നിയമങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്ന് കൊടിയ പട്ടിണിയിൽ കിടക്കുന്ന ആളുകൾ ഇതുപോലെ കഴിഞ്ഞ ജന്മങ്ങളിൽ വളരെ മോശമായി അന്നത്തെ നിഷേധിച്ചവരായിക്കൂടാ എന്നില്ല. പല കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റാതെ വരിക, ഈ ഭക്ഷണത്തെ നിഷേധിക്കുന്ന നിഷേധികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വരാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അമ്മമാർക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുവാൻ കുട്ടികളെ പഠിപ്പിക്കരുത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുക. ഒരിക്കലും ആ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം ആവശ്യമില്ലാതെ കുഞ്ഞ് കൊണ്ട് കളയുവാനായിട്ടുള്ള ഇടവരുത്തരുത്. അങ്ങനെ ചെറിയ പ്രായത്തിൽ നമ്മൾ ശീലിപ്പിക്കുമ്പോൾ അവർ വലുതാകുമ്പോഴും ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാതെ അപ്പോഴും അവർ വേസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് എത്ര കഴിക്കാൻ പറ്റുമെന്നുള്ളത് അവരവർക്കറിയാം. അപ്പം നമ്മുടെ പ്ലേറ്റിൽ വരുന്ന ഭക്ഷണം അത് ഒരു തരി പോലും കളയാതെ മൊത്തം കഴിക്കുവാനുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഭൂതങ്ങൾക്ക് കൂടി ഒരു വിഹിതം നമ്മൾ കഴിച്ചിട്ട് കൊടുക്കുന്നതല്ല, അത് വേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഒരു പിടി ചോറ് സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഭൂതഗണങ്ങൾക്ക്, പക്ഷി മൃഗാദികളുണ്ട്, എറുമ്പുകളുണ്ട്, അങ്ങനെ എന്തെല്ലാം ചെറിയ ചെറിയ ജീവൻ വേറെയുണ്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചു എന്നുള്ള ആ ഒരു പാപം നമുക്ക് ഏൽക്കാതിരിക്കണമെങ്കിലും ഈ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റുന്നത് ഒരമ്മയ്ക്ക് മാത്രമാണ്.
അതുകൊണ്ടാണ് ഗൃഹനാഥയാണ് ആ ഗൃഹത്തിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമ്മയാണ് എല്ലാത്തിൻ്റെയും ആധാരശില എന്ന് പറയുന്നതിൻ്റെയും കാരണം. അപ്പം ഇങ്ങനെ മൂല്യങ്ങൾ നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. അങ്ങനെ ഒരു ദുരന്തം നമുക്ക് ഇല്ലാതിരിക്കണം. തന്നെയുമല്ല, മാറുന്ന ഈ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ മാറാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ പരമ്പരയായിട്ട് പകർന്നു വരുന്നുണ്ട്. അതിനെ നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ പകർന്ന് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല വേദി കൂടിയാണ് നമ്മുടെ ഗൃഹസ്ഥാശ്രമം. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഗൃഹനാഥയ്ക്ക് ഈ അന്നത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും പരമമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവരത് തൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുക. കാരണം കുഞ്ഞു മനസ്സിൽ യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ശരിയായ മൂല്യങ്ങൾ ആ സമയത്ത് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവർക്കത് എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തോടു കൂടി അവരിൽ കിടക്കും. നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കണം. അപ്പോൾ ഓരോ മാതാപിതാക്കളും കൃത്യമായിട്ട് തൻ്റെ മക്കളുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നതിന് ഉള്ള വേദിയാക്കി ഗൃഹസ്ഥാശ്രമത്തെ കാണണം. ആ അറിവോടുകൂടി ജീവിക്കുവാനും മാതൃകയാക്കുവാനും സാധിക്കണം. ഏവർക്കും നമസ്കാരം.